പ്രിയപ്പെട്ടവരെ, ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമാ ശ്ലീഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി. പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാന്തോം സ്മൃതി വിശുദ്ധ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷിക സ്മരണിക. തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതി എന്ന പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരധ്യായം കേൾക്കാം. തൃശൂർ രൂപത 20-ാം നൂറ്റാണ്ടിലെ ചരിത്ര മുഹൂർത്തങ്ങൾ. റവറൻഡ് ഡോക്ടർ പോൾ പുളിക്കൻ. തൃശൂർ വികാരിയത്തിനെയും രൂപതയെയും നയിച്ച മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി 1921 മുതൽ 42 വരെ, മാർ ജോർജ് ആലപ്പാട്ട് 1944 മുതൽ 70 വരെ, മാർ ജോസഫ് കുണ്ടുകുളം 1970 മുതൽ 96 വരെ എന്നീ പിതാക്കന്മാരുടെ കാലത്തെ പ്രധാന ചരിത്ര വസ്തുതകൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ് ഈ ലേഖനത്തിൽ. ഇതിനായി അതിരൂപത ആർക്കൈവ്സിലെ രേഖകളും രൂപതയുടെ ഔദ്യോഗിക ജിഹ്വയായിരുന്ന നവജീവികയും തൃശൂർ രൂപത ബുള്ളറ്റിനുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. വ്യക്തമായ ദിശാബോധത്തോടെ രൂപതയെ നയിച്ച ഈ മഹാരഥന്മാരുടെ കാലത്ത് രൂപത നേടിയത് അത്ഭുതാവഹമായ പുരോഗതിയാണ്. മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി 1921 മുതൽ 42 വരെ. ജോൺ മേനാച്ചേരി പിതാവിൻ്റെ കാലശേഷം പിതാവിൻ്റെ മരണപത്രത്തിൽ നിർദ്ദേശിച്ചതനുസരിച്ച് 33 വയസ്സ് മാത്രം പ്രായമുള്ള ഫാദർ ആന്റണി പുതുശ്ശേരി 1919 ഡിസംബർ 19 തൃശൂർ വികാരിയത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. 1921 മെയ് 21 ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് വികാരിയത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി ഫാദർ ആന്റണി പുതുശ്ശേരി അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തു നിന്ന് വിരമിച്ചു. പിന്നീട് 1944 മുതൽ 57 വരെ വികാരി ജനറലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പുത്തൻവേലിക്കര ഇടവകക്കാരനായ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് കാണ്ടി സെമിനാരിയിലെ പഠനത്തിന് ശേഷം 1921 ഏപ്രിൽ 5 തൃശൂർ വികാരിയത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായി സ്ഥാനമേറ്റെടുത്തു. താമസിയാതെ തന്നെ 1921 ഒക്ടോബർ 21 വികാരിയത്തിൻ്റെ ഒരു സാമാന്യ യോഗം വാഴപ്പള്ളി പിതാവ് വിളിച്ചുകൂട്ടി. അതിരൂപത അസംബ്ലിക്ക് സമാനമായ ഈ പഠനശാലയിൽ വികാരിയച്ചനും 2 പ്രതിനിധികളും ഓരോ ഇടവകയിൽ നിന്നും സംബന്ധിക്കണമെന്ന് പിതാവ് നിഷ്കർഷിച്ചിരുന്നു. നാട്ടുമിത്രാന്മാരെ ലഭിച്ചതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം 1921 ജൂലൈ 28 വികാരിയത്തിൽ നടന്നു. 1923 ഡിസംബർ 21 റൊമാനി പൊന്തിഫീച്ചസ് എന്ന തിരുവെഴുത്ത് വഴി കേരളത്തിൽ സുറിയാനി ഹൈറാർക്കി സ്ഥാപിതമായി. എങ്കിലും 1924 നവംബർ 16 ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കേരളത്തിലുണ്ടായത്. നവംബർ 23 രൂപത മുഴുവനും ഇത് സാഘോഷം അനുസ്മരിക്കപ്പെട്ടു. വാഴപ്പള്ളി പിതാവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലയളവിൽ തന്നെ വേദോപദേശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഓരോ ഇടവകയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വേദോപദേശ പരീക്ഷയിൽ ഒന്നാമതെത്തുന്നവർക്ക് 2 സ്വർണ്ണമുദ്രയും രണ്ടാമതെത്തിയവർക്ക് 2 വെള്ളിമുദ്രയും അരമനയിൽ വെച്ച് അദ്ദേഹം സമ്മാനമായി നൽകിയിരുന്നു. പിതാവിൻ്റെ ആപ്തവാക്യം തൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മുദ്രാവാക്യമായ "എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക" എന്നതായിരുന്നു. വിശുദ്ധരോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. ഇക്കാലഘട്ടത്തിൽ തന്നെ വികാരിയത്തിന് പൊതുവായ ഫണ്ട് സ്വരൂപിക്കാനും സെൻറ് തോമസ് കോളേജിൽ സയൻസ് വിഭാഗം കൂട്ടിച്ചേർത്ത് പണി പൂർത്തിയാക്കുന്നതിനായി പൊതുജനങ്ങളിൽ നിന്ന് മറ്റൊരു ഫണ്ട് സ്വരൂപിക്കുന്നതിനും പിതാവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആദ്യകാല സർക്കുലറുകളിൽ ജപമാല ഭക്തി, ദിവ്യകാരുണ്യ ആരാധന, തിരുഹൃദയ പ്രതിഷ്ഠ,
പരിശുദ്ധ മറിയം എന്നിവ മുഖ്യ വിഷയമായി കാണാം. നാട്ടിൽ ഏറെ ദുരന്തം വിതച്ച 99 മലയാള വർഷം 1999, വെള്ളപ്പൊക്കം 1924 പിതാവിൻ്റെ അടിയന്തര ശ്രദ്ധ പതിച്ച വിഷയമായിരുന്നു. വെള്ളപ്പൊക്കം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് പള്ളികളും ജനങ്ങളും അടിയന്തര സഹായം ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് പിതാവ് നിർദ്ദേശിക്കുന്നു. അപ്പസ്തോലിക് വിസിറ്റർ ആർച്ച് ബിഷപ്പ് അലക്സിന് മരിയ ലെപ്പീസി 1924 ഡിസംബർ 1 തൃശൂർ സന്ദർശിച്ചു. എറണാകുളത്ത് നിന്ന് തീവണ്ടി മാർഗം വരുന്ന അഭിവന്ദ്യ പിതാവിന് ചാലക്കുടി, ആളൂർ, കല്ലേറ്റുങ്കര, പുതുക്കാട്, ഒല്ലൂർ ഇടവകക്കാർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകേണ്ടതാണ് എന്ന് പിതാവ് സർക്കുലറിലൂടെ ഓർമ്മിപ്പിക്കുന്നു. വസ്ത്രവും പുസ്തകങ്ങളും സമയത്ത് ഭക്ഷണവുമില്ലാത്തതിനാൽ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കാൻ വികാരിയച്ഛനും ഇടവകക്കാരും പരിശ്രമിക്കണമെന്നും കുട്ടികളുടെ പഠനത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നും പിതാവ് സർക്കുലറിലൂടെ വ്യക്തമാക്കുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ മരണം 1926 1925 ജൂബിലി വർഷം, നിക്യാ സുനഹദോസിൻ്റെ അനുസ്മരണം, ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷം, തിരുപ്പിറവി തുടങ്ങിയ വിഷയങ്ങളിലുള്ള വിജ്ഞാപനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. നോമ്പുകാലത്തിനായി ഒരുങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്ന സർക്കുലറിൽ ധനവാന്മാർ തങ്ങളുടെ ധനസമൃദ്ധി കൊണ്ട് സാധു സംരക്ഷണത്തിന് കടപ്പെട്ടവരാണെന്നും കള്ളാധാര നിർമ്മാണം, വാസ്തു കയ്യേറ്റം, കള്ളസാക്ഷി, അധിക പലിശ, കച്ചവടത്തിൽ ശരിയല്ലാത്ത അളവും തൂക്കവും വ്യാജച്ചരക്കും ഇവയെല്ലാം ക്രൈസ്തവർ വർജിക്കേണ്ടതാണെന്നും വ്യക്തമാക്കുന്നു. രൂപതയെ 4 ഡിവിഷനുകളായി തിരിച്ച് ഫൊറോനകൾ സ്ഥാപിക്കുന്നത് 19/3/1927 ഒല്ലൂർ, ചാലക്കുടി, പഴുവിൽ അഥവാ പഴയൂര്, പാലയൂർ എന്നിവയാണ് രൂപതയിലെ ആദ്യ 4 ഫറോനകൾ. 1927 മഹാത്മാഗാന്ധി സെയിൻറ് തോമസ് കോളേജ് സന്ദർശിച്ച് പ്രഭാഷണം നടത്തി. കേരള കത്തോലിക്കർക്ക് ഭാഷാഭിരുചി വർദ്ധിപ്പിക്കുവാൻ വാഴപ്പിള്ളി പിതാവ് കേരളം എന്ന സാഹിത്യമാസിക 1930 ആരംഭിച്ചു. കുറച്ചുനാളുകൾ അത് പ്രസിദ്ധീകരിച്ച ശേഷം മുടങ്ങി. 1934 മാസാന്ത പത്രിക നവജീവിക ആരംഭിച്ചു. രൂപതയുടെ ഔദ്യോഗിക പതേരമായിരുന്നു നവജീവിക. ആദ്യ നവജീവിക പ്രകാരം തൃശൂർ രൂപതയിൽ 3 സന്യാസാശ്രമങ്ങളുണ്ട്: അമ്പഴക്കാട്, എൽത്തുരുത്ത്, പാവർട്ടി. ആദ്യത്തേത് രണ്ടും 1858 വിശുദ്ധ ചാവറയച്ചൻ ആരംഭിച്ചു. 25 കന്യാമഠങ്ങളും 5 അനാഥശാലകളും 1,51,182 കത്തോലിക്കരും അന്ന് രൂപതയിലുണ്ടായിരുന്നു. 3,824 പേർ മറ്റു സഭകളിൽ നിന്നും കത്തോലിക്ക സഭയിൽ ചേർന്നു. സെയിൻറ് മേരീസ് മേജർ സെമിനാരി 1927 മുതൽ 37 വരെ. തോപ്പിൽ 1927 ആരംഭിച്ച സെയിൻറ് മേരീസ് മേജർ സെമിനാരി പറവൂർ പുത്തൻപള്ളി സെമിനാരിയിലേക്കാണ് പ്രധാനമായും നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ ആ കാലങ്ങളിൽ നാം അയച്ചിരുന്നത്. എന്നാൽ മൈനർ സെമിനാരി പൂർത്തിയാക്കിയവർക്കെല്ലാം ഫിലോസഫി പഠനത്തിന് സ്ഥലപരിമിതി മൂലം പുത്തൻപള്ളി സെമിനാരിയിൽ സാധ്യമല്ലാതെ വന്നു. 25 സീറ്റ് മാത്രമാണ് അവിടെ തൃശൂർ രൂപതയ്ക്ക് ലഭിച്ചിരുന്നത്. ഈ കാരണത്താൽ 1927 തന്നെ ചങ്ങനാശ്ശേരി, എറണാകുളം രൂപതകൾ ഫിലോസഫി പഠന വിഭാഗം തുടങ്ങിയിരുന്നു. 1925 തൃശൂർ രൂപതയിൽ 1,09,275 വിശ്വാസികളും അവർക്കായി 180 ഇടവകകളും 98 വൈദികരുമാണ് ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സെയിൻറ് മേരീസ് മേജർ സെമിനാരി തൃശൂരിൽ ആരംഭിച്ചത്. ആദ്യ വർഷം പ്രഭാഷണ പരിശീലനം, 2 വർഷം ഫിലോസഫി, 3 വർഷം തിയോളജി എന്നിങ്ങനെയായിരുന്നു പഠനക്രമം. 60 മേജർ സെമിനാരികൾക്കുള്ള കെട്ടിടമാണ് ഇവിടെ സജ്ജീകരിച്ചിരുന്നത്. ഫാദർ ജോസ് ചിറയത്ത് സെമിനാരിയുടെ റെക്ടറും ഫാദർ ആന്റണി തച്ചുപറമ്പിൽ ദൈവദാസൻ വൈസ് റെക്ടറുമായിരുന്നു. മോൺസിഞ്ഞോർ ആന്റണി പുതുശ്ശേരി, ഫാദർ ജോർജ് അക്കര, ഫാദർ ജോൺ പാലോക്കാരൻ, ഫാദർ ജോർജ് ആലപ്പാട്ട് പിന്നീട് ബിഷപ്പായി, ഫാദർ ജോർജ് ചൂണ്ടൽ, ഫാദർ ആന്റണി തെക്കിനിയത്ത് തുടങ്ങിയവർ സ്റ്റാഫിലുണ്ടായിരുന്നു. ചിറയത്തച്ഛന് ശേഷം ഫാദർ ജോർജ് ആലപ്പാട്ട് റെക്ടറായി. 1932 ഡയറക്ടറിയിൽ
1927 ആരംഭിച്ച തൃശൂർ അമലോത്ഭവ മാതാവിൻ്റെ സെമിനാരിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. 56 വൈദിക വിദ്യാർത്ഥികളും ഒരു സഹോദരനും അന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. ആദ്യ ബാച്ചിലെ 12 പേർ 1932 അഭിഷിക്തരായി. 1937 സെമിനാരി നിർത്തിയപ്പോൾ അവസാനമായി ആസ്തപ്പാട് പട്ടം സ്വീകരിച്ചത് ബ്രദർ ജോസഫ് കുണ്ടുകുളമായിരുന്നു. തൃശൂർ മേരിമാതാ സെമിനാരിയുടെ തറക്കല്ലിട്ടത് 1998 കുണ്ടുകുളം പിതാവാണ്. 2 സെമിനാരികളും കുണ്ടുകുളം പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ ധന്യമാണ്. പുത്തൻപള്ളി സെമിനാരി റെക്ടറായിരുന്ന ഫാദർ ജോൺ ജോസഫ് OCD തൃശൂരിൽ മേജർ സെമിനാരി ആരംഭിച്ചതിനെ അനുകൂലിച്ചില്ല. ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ നിർദ്ദേശപ്രകാരം 1929 തൻ്റെ ആദ്ലീമിന സന്ദർശന വേളയിൽ സെൻറ് മേരീസ് മേജർ സെമിനാരിയെപ്പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് വാഴപ്പള്ളി പിതാവ് റോമിൽ സമർപ്പിച്ചു. സന്ദർശന വേളയിൽ അദ്ദേഹം മേജർ സെമിനാരിയുടെ ചിത്രം പരിശുദ്ധ പിതാവിന് സമർപ്പിച്ചു. പരിശുദ്ധ പിതാവ് ഈ പുതിയ പദ്ധതിയിൽ സന്തുഷ്ടനായെന്ന് വാഴപ്പള്ളി പിതാവ് നവജീവികയിൽ എഴുതുന്നുണ്ട്. സെമിനാരിയുടെ സൗകര്യം, അധ്യാപകരുടെ യോഗ്യത, സെമിനാരിക്ക് വേണ്ട വരുമാനം എന്നിവയെപ്പറ്റിയുള്ള പരാതികൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. 1930 അപ്പസ്തോലിക് ഡെലഗേറ്റ് മോൺസിഞ്ഞോർ എഡ്വേർഡ് മൂണി സെമിനാരി സന്ദർശിച്ചു. വിശദമായ പഠനത്തിന് ശേഷം പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വിലയിരുത്തി. ഈ കാലഘട്ടത്തിൽ മൈനർ സെമിനാരി തോപ്പിൻ്റെ തെക്കേ ഭാഗത്തുള്ള കെട്ടിടത്തിലായിരുന്നു. സെൻറ് തോമസ് കോളേജ് ഹോസ്റ്റൽ ഇന്നത്തെ മിഷൻ ആശുപത്രിയുടെ ആദ്യ കെട്ടിടത്തിൻ്റെ സ്ഥാനത്താണ് അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. വാഴപ്പള്ളി പിതാവ് വ്യക്തമായ ദർശനത്തോടെയായിരുന്നു സെമിനാരിയെ മുന്നോട്ട് നയിച്ചത്. 1938 160 ആയിരുന്നു രൂപതയിലെ വൈദികരുടെ എണ്ണം. 1932 ജൂൺ 1 മംഗലപ്പുഴ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചപ്പോൾ പുത്തൻപള്ളി സെമിനാരി പ്രവർത്തനം അവസാനിപ്പിച്ചു. മംഗലപ്പുഴ സെമിനാരിയിൽ ആവശ്യത്തിന് സീറ്റുകൾ തൃശൂർ രൂപതയ്ക്ക് കിട്ടുകയും രൂപതയിൽ ആവശ്യത്തിന് വൈദികർ ഉണ്ടാകുകയും ചെയ്തതുകൊണ്ടാകാം 1937 സെയിൻറ് മേരീസ് മേജർ സെമിനാരി പ്രവർത്തനം അവസാനിപ്പിച്ചത്. സാമ്പത്തിക ഭാരവും ഒരുപക്ഷെ ഈ തീരുമാനത്തിന് അധികാരികളെ പ്രേരിപ്പിച്ചിരിക്കാം. മറ്റു ചരിത്ര സംഭവങ്ങൾ. 1934 മുതലുള്ള രൂപതാ ചരിത്രം നവജീവിക എന്ന മാസികയെ അധികരിച്ചുള്ളതാണ്. രൂപതാ വാർത്തകളോടൊപ്പം വിശ്വാസത്തെയും ധാർമ്മികതയെയും വിശദീകരിക്കുന്ന ഭാഗങ്ങളും കഥ, കവിത തുടങ്ങിയ സാഹിത്യ വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കത്തോലിക്ക മാസികയായിട്ടായിരുന്നു ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഫാദർ പോൾ കാക്കശ്ശേരിയായിരുന്നു ആദ്യ പത്രാധിപൻ. ആദ്യ ലക്കത്തിൽ തന്നെ പ്ലാസിഡച്ചൻ്റെ വേദപുസ്തകവും ദൈവപ്രേരണയും എന്ന ലേഖനം കാണാം. വരിസംഖ്യ പ്രതിവർഷം 1 രൂപയായിരുന്നു. 1928 തന്നെ രൂപതയിൽ വൈദിക സഹായ സംഘം ആരംഭിച്ചിട്ടുണ്ട്. 1929 ഉത്തര ഭാരത പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന കൊച്ചി രാജാവിനെ സ്വീകരിക്കാൻ പള്ളികളിൽ നിന്ന് കുട മുതലായ സാമഗ്രികളോടെ അടുത്തുള്ള സ്റ്റേഷനിൽ എത്തണമെന്ന് പിതാവിൻ്റെ കൽപ്പനയുണ്ടായി. പിതാവ് തന്നെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി രാജാവിന് മംഗളം ആശംസിച്ചു, പൂമാല ചാർത്തി. രാജാവുമായി ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ അഭിവന്ദ്യ വാഴപ്പള്ളി പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. റോം വിശുദ്ധനാട് സന്ദർശനത്തിന് കപ്പൽ മാർഗം പോകാനുള്ള അറിയിപ്പും വിശദാംശങ്ങളും ഈ കാലഘട്ടങ്ങളിലെ നവജീവികയിൽ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂടനച്ചൻ്റെ നേതൃത്വത്തിൽ 1927 പടിഞ്ഞാറേക്കോട്ടയിൽ ആരംഭിച്ച വൃദ്ധാതുരശാല ഉദാരമനസ്കരുടെ സഹായം കൊണ്ടും അന്തേവാസികളുടെ കൈത്തൊഴിൽ ആദായം കൊണ്ടും മുന്നോട്ടു പോകുന്നതായുള്ള റിപ്പോർട്ട് 1934 ഏപ്രിൽ നവജീവികയിലുണ്ട്. ബ്രിട്ടീഷ് മലബാർ സിറിയൻ കത്തോലിക്ക സ്കൂൾ മാനേജർമാരുടെ അസോസിയേഷൻ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. തൃശൂർ രൂപതയിലെ പടിഞ്ഞാറു ഭാഗത്തെ പല ഇടവകകളും ബ്രിട്ടീഷ് മലബാറിലായിരുന്നുവല്ലോ. പാവർട്ടി സംസ്കൃത കോളേജിൽ ആരംഭദിന യോഗത്തിൽ സംസ്കൃത പഠനത്തിൻ്റെ പ്രാധാന്യത്തെ വാഴപ്പള്ളി പിതാവ് ഊന്നിപ്പറയുന്നുണ്ട്. 1934 ആഗസ്റ്റിൽ. 1935 സെപ്റ്റംബർ നവജീവിക കൊച്ചി മഹാരാജാവിനെ
തൃശ്ശൂരിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പതിപ്പായിരുന്നു. വൈദികർ പൊതുരംഗത്ത് സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് അന്ന് അത്ര സാധാരണമായിരുന്നില്ല. എറവ് വില്ലേജ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അരിമ്പൂർ പള്ളി വികാരി ഫാദർ പീറ്റർ കുണ്ടുകുളം നിയോഗിക്കപ്പെട്ടിരുന്നു. 1935 ഡിസംബർ. ഈ കാലഘട്ടത്തിൽ തന്നെ ധന്യൻ ഫാദർ അഗസ്റ്റിൻ ജോൺ ഊക്കൻ ചൊവ്വന്നൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നതും നാം ഓർക്കണം. 1935 ഓഗസ്റ്റ് 15 കത്തോലിക്ക സ്ത്രീ സമാജം ആരംഭിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ ഒരു ആലോചനായോഗം നടന്നിരുന്നുവെങ്കിലും പിന്നീട് ഇതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ല. കൊച്ചി മഹാരാജാവായ ശ്രീ രാമവർമ്മയ്ക്ക് 1935 സമർപ്പിക്കപ്പെട്ട മംഗളപത്രത്തിൽ പുത്തൻപള്ളിയുടെ നിർമ്മാണത്തിന് അദ്ദേഹം നൽകിയ സഹായങ്ങൾ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. പാലയൂരിൽ ഈശോ സഭ വൈദികനായ ഫാദർ ഫെനിച്ചിയോ 1605 അന്നത്തെ ദേവാലയം പുതുക്കിപ്പണിതു. കോഴിക്കോടായിരുന്നു സാമൂതിരിയുടെ ആസ്ഥാനമെങ്കിലും ശത്രുക്കളുടെ ആക്രമണങ്ങളെ തുടർന്ന് അദ്ദേഹം ആസ്ഥാനം കൂടെ മാറ്റിയിരുന്നു. പാലയൂരിലാണ് അന്ന് സാമൂതിരി താമസിച്ചിരുന്നതെന്നും പാലയൂർ പള്ളി പുതുക്കിപ്പണിയുവാൻ അദ്ദേഹം അനുവാദം നൽകിയതെന്നുമുള്ള ഫെനിച്ചിയോയുടെ സാക്ഷ്യം ഉദ്ധരിക്കുന്ന ഒരു ഈശോ സഭാ രേഖ 1935 ഫെബ്രുവരി നവജീവികയിലുണ്ട്. ഈ രേഖാപ്രകാരം പാലയൂർ പള്ളി വിശുദ്ധ കുര്യാക്കോസിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിയുടെ രാജ്യത്ത് സമുദ്രതീരത്ത് മറ്റു 3 പള്ളികൾ കൂടെ പണിയാൻ ഫെനിച്ചിയോയ്ക്ക് അനുവാദം കിട്ടി. ഉത്തര കേരളത്തിൽ 17-ാം നൂറ്റാണ്ടിനു മുമ്പേ ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. മേജർ സെമിനാരിയുടെയും മൈനർ സെമിനാരിയുടെയും സെയിൻറ്റ് തോമസ് ബോർഡിംഗ് ഹൗസിൻ്റെയും റെക്ടറായിരുന്ന ഫാദർ ജോസഫ് ചിറയത്തിൻ്റെ അകാല നിര്യാണത്തെ തുടർന്ന് 1934 ഫാദർ ജോർജ് ആലപ്പാട്ട്, പിന്നീട് ബിഷപ്പ്, ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു. വിശ്വാസസത്യങ്ങൾ ഏറെ ചർച്ച ചെയ്യുവാനും ലഘുലേഖകളായി പ്രസിദ്ധീകരിക്കാനും തൃശ്ശൂർ കാത്തലിക് അക്കാഡമിക് സൊസൈറ്റി ഇക്കാലത്ത് നിലനിന്നിരുന്നു. 1937 ഡിസംബർ 27, 29 തീയതികളിൽ 5-ാം അഖിലേന്ത്യാ കത്തോലിക്ക കോൺഗ്രസ് തൃശ്ശൂരിൽ നടന്നു. തൃശ്ശൂരിൽ സ്ഥാപിതമായ വിൻസെൻഷ്യൽ സംഘത്തിൻ്റെ ഉദ്ഘാടനം 1937 ജനുവരി 31 സെൻറ്റ് തോമസ് കോളേജിൽ വെച്ച് നടന്നു. പിന്നീടാണ് ഇന്നത്തെ രീതിയിൽ വിൻസെൻ്റ് പോൾ സംഘടന രൂപം കൊള്ളുന്നത്. 1937 മെയ് 20 രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് സെൻറ്റ് തോമസ് കോളേജ് ഹാളിനെ മെഡ്ലിക്കോട്ട് ഹാൾ എന്ന നാമകരണം ചെയ്തു. ജൂബിലിയോടനുബന്ധിച്ചുള്ള ഇടയലേഖനത്തിൽ നമ്മുടെ വിശ്വാസം പാരമ്പര്യത്തെയോ സാധാരണ ജ്ഞാനത്തെയോ മാത്രം ആശ്രയിച്ചുള്ളതായാൽ പോരെന്നും ലോകം പരിഷ്കൃതി പ്രാപിക്കും തോറും നമ്മുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും ദാർഢ്യവും വളർന്നുകൊണ്ടിരിക്കണം എന്നും വാഴപ്പിള്ളി പിതാവ് ആഹ്വാനം ചെയ്തു. 1934 മെയ്യിലാണത്. ജൂബിലി സമ്മേളനത്തിൽ ധന്യന്മാർ ഇവാനിയോസ് തിരുവനന്തപുരം, മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ കോട്ടയം, മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ എറണാകുളം എന്നിവർ സന്ദേശങ്ങൾ നൽകി. ജൂബിലി വേളയിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു എടക്കുളത്തൂർ, സെയിൻറ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ മോൺസിഞ്ഞോർ ജോൺ പാലോക്കാരൻ എന്നിവർക്ക് ഡൊമസ്റ്റിക് പ്രിലറ്റ് പദവിയും CV ആൻ്റണി, പോൾ കല്ലൂക്കാരൻ എന്നിവർക്ക് ഷവലിയാർ സ്ഥാനവും ലഭിച്ചു. മദ്രാസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ രൂപതാംഗമായ ഷവലിയാർ CJ വർക്കിയുടെ പേരും ഇവിടെ പരാമർശിക്കേണ്ടതാണ്. ഇംഗ്ലണ്ടിലെ ജോർജ് 6 രാജാവിൻ്റെ കിരീടധാരണം 1937 മെയ് 12 നടക്കുമ്പോൾ തലേ ദിവസവും അന്നേ ദിവസവും കൂട്ടമണി അടിക്കാനും പള്ളിയിൽ ഇത് സമുചിതമായി ആചരിക്കുവാനുമുള്ള പിതാവിൻ്റെ വിജ്ഞാപനം അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതികളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. കത്തോലിക്ക പ്രവർത്തനം നമ്മുടെ രൂപതയിൽ 1937 ആരംഭിച്ചു. കത്തോലിക്ക യൂണിയൻ, KCYM എന്ന സംഘടനകളുടെ മുന്നോടിയായിരുന്നു ഈ സംഘടന. സഭാപരമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലും കത്തോലിക്ക പ്രവർത്തനം ശക്തമായ സാന്നിധ്യമായിരുന്നു. രൂപതയുടെ ഗോൾഡൻ ജൂബിലി വേളയിൽ 1,63,752 കത്തോലിക്കരും 119 ദേവാലയങ്ങളും
160 വൈദികരും 78 സന്യാസ വൈദികരും 678 സിസ്റ്റേഴ്സും 7 ഹൈസ്കൂളുകളും 2 കോളേജുകളും തൃശൂർ രൂപതയിലുണ്ട്. ശനിയാഴ്ച തോറും ജോസ് തോട്ടാൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയിരുന്ന ഭാരതമിത്രം എന്ന വാരികയെപ്പറ്റി 1938 നവജീവികയിൽ കാണുന്നു. 1916 റോമിൽ സ്ഥാപിതമായ മിഷണറി യൂണിയൻ ഓഫ് ദ ക്ലർജിയുടെ തൃശൂർ ശാഖ 1934 വാഴപ്പള്ളി പിതാവ് ആരംഭിച്ചു. മോൺസിഞ്ഞോർ മാത്യു എടക്കുളത്തൂരിനെ ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. 1938 ഫെബ്രുവരി 28 തിരുവല്ലയിലെ കത്തോലിക്ക മഹായോഗത്തിൽ പുനരൈക്യത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി വാഴപ്പള്ളി പിതാവ് പ്രഭാഷണം നടത്തി. വിശദമായ ഈ പ്രഭാഷണം 3 ലക്കങ്ങളിലായി നവജീവികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1939 ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് നവജീവികയുടെ താളുകൾ പ്രതിപാദിക്കുന്നുണ്ട്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ക്രൂരതകളെക്കുറിച്ചും 1939 ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ചും നവജീവികയുടെ താളുകളിൽ കാണാം. ഇക്കാലത്തെ ചില ചരിത്ര സംഭവങ്ങൾ. ലോകവ്യാപക സംഘടനയായ കത്തോലിക്ക മാതൃസംഘം 1940 ജൂൺ 20 എറണാകുളത്ത് ആരംഭിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് കൊച്ചി രാജാവ് സാഹിത്യ നിപുണൻ സ്ഥാനമുദ്ര നൽകിയതിൽ നവജീവിക ഹാർദമായി അനുമോദിച്ചു. തോപ്പിൽ 1916 ആരംഭിച്ച സെയിൻറ്റ് മേരീസ് അനാഥശാലയുടെ രജത ജൂബിലി 1941 നടന്നു. പ്രേരും നൊവാരും ചാക്രിക ലേഖനത്തിൻ്റെ സുവർണ ജൂബിലി പ്രമാണിച്ചുള്ള ആചരണങ്ങൾ 1941 തൃശൂർ രൂപതയിൽ നടന്നു. ചേലക്കരയിലെ ആന്റണി തച്ചുപറമ്പിലച്ചനെപ്പോലെ ആന്റണി തേലപ്പള്ളിയച്ചൻ മായന്നൂർ മിഷന് ഇക്കാലത്ത് നേതൃത്വം കൊടുത്തു. 1942 മെയ് 9 അന്തിക്കാട് വെച്ചു നടന്ന 12ാം പിയൂസ് പാപ്പയുടെ ജൂബിലിയുടെ രൂപത ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് പുറപ്പെട്ട വാഴപ്പള്ളി പിതാവിൻ്റെ കാർ അരിമ്പൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. പിതാവിന് പുറമേക്ക് കാര്യമായ പരിക്കില്ലായിരുന്നു. തിരിച്ച് അരമനയിലെത്തി ഗോവണി കയറി മുറിയിൽ വന്നു. താമസിയാതെ അദ്ദേഹം ബോധരഹിതനായി. ഡോക്ടർമാർ തീവ്ര പരിശ്രമം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മെയ് 12 പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. കൂടെയുണ്ടായിരുന്ന ഫാദർ ജേക്കബ് അടമ്പുകുളം പരിക്കോടെ രക്ഷപ്പെട്ടു. പിന്നീട് പാലക്കാട് രൂപതയുടെ വികാരി ജനറലായ അടമ്പുകുളമച്ചൻ 1994 മരണമടഞ്ഞത്. ദി ജെന്റിൽമാൻ ബിഷപ്പ്, ദി ലിബറൽ പ്രിലൈറ്റ് എന്നിങ്ങനെ വിളിക്കപ്പെട്ടിരുന്ന വാഴപ്പള്ളി പിതാവ് വലിയൊരു ചരിത്രാന്വേഷിയും സാഹിത്യ തൽപരനും കലാസ്നേഹിയുമായിരുന്നു എന്ന് ജോസഫ് മുണ്ടശ്ശേരി തൻ്റെ അനുസ്മരണക്കുറിപ്പിൽ എഴുതി. മഹാകവി വെള്ളത്തോൾ ഇങ്ങനെയാണ് പിതാവിനെ വിശേഷിപ്പിച്ചത്: സാരഗ്രാഹിയും സമചിത്തനും ബുദ്ധിമാനുമായ ഒരധിനാഥനാണ് കത്തോലിക്ക സഭയ്ക്ക് നഷ്ടീഭവിച്ചത്. തിരുമനസ്സിലെ മനുഷ്യസ്നേഹവും ദീനാനുകമ്പയും നമുക്ക് പലവരും അനുഭവപ്പെട്ടിട്ടുള്ളതാണല്ലോ. മാർ ജോർജ് ആലപ്പാട്ട് 1944 മുതൽ 1970 വരെ, 1942 മുതൽ 1944 വരെ രൂപതയെ നയിച്ചത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞോർ മാത്യു എടക്കുളത്തൂർ ആയിരുന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് 1942 ഡിസംബർ 30 ഫാദർ ജോസഫ് കുണ്ടുകുളം മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ചത് 1943 ഫെബ്രുവരി നവജീവികയിൽ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ അന്ന് മെത്രാൻ ഉണ്ടായിരുന്നില്ലല്ലോ. വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മെത്രാന്മാർ ആദ്യമായി ഒരു സംയുക്ത ഇടയലേഖനം 1943 പ്രസിദ്ധീകരിച്ചു. മറ്റം പള്ളി വികാരിയായിരുന്ന റവറൻ ഡോക്ടർ ജോർജ് ആലപ്പാട്ട് 1944 മെയ് 1 തൃശൂർ രൂപത മെത്രാനായി അധികാരമേറ്റു. സുധീരമായും സുമധുരമായും എന്നതായിരുന്നു പിതാവിൻ്റെ മുദ്രാവാക്യം. അഭിവന്ദ്യ മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ ഭൗതികാവശിഷ്ടം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് 1945 മെയ് 4 പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ പള്ളിയിൽ ആലപ്പാട്ട് പിതാവ് പുനർസംസ്കരിച്ചു. രൂപതാംഗങ്ങളായ ചാക്കോള CP ലോനപ്പന് ഷവലിയാർ പദവിയും
പറമ്പിലോനപ്പന് കൊച്ചി സംസ്ഥാനത്തെ മന്ത്രിസ്ഥാനവും ലഭിച്ചതിൽ രൂപത അനുമോദിച്ചു. ഈ വർഷങ്ങളിലെല്ലാം കത്തോലിക്ക പ്രവർത്തനം എന്ന സംഘടനാ രൂപത ഫൊറോന ഇടവക തലങ്ങളിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയിലെ വരുമാനങ്ങൾ ബാഹ്യ സംരംഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും എന്നതിനേക്കാൾ ആധ്യാത്മിക സംരംഭങ്ങൾക്കും ആതുര സമുദ്ധാരണത്തിനുമായി ഉപയോഗിക്കുന്നതാണ്. ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കൂടുതൽ ഉപകരിക്കുന്നതെന്ന് അഭിവന്ദ്യ പിതാവ് ആഹ്വാനം ചെയ്യുന്നു. 1945 നവംബർ. ബിഷപ്പ് വാഴപ്പിള്ളി മെമ്മോറിയൽ സമ്മർ സ്കൂൾ യുവജനങ്ങൾക്കായി മതപരവും പൊതുവായതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നേതൃത്വ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു. 1944 CBCI ആരംഭിച്ചു. 56 രൂപതകളുടെ അധ്യക്ഷന്മാർ സംയുക്തമായി നൽകിയ സമ്മേളന പ്രഖ്യാപനത്തിൽ കത്തോലിക്കരുടെ കർത്തവ്യങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ, വിദ്യാഭ്യാസ രംഗം എന്നിവ ചർച്ച ചെയ്തു. ഇതേ വർഷം തന്നെയാണ് ഉപവി സന്യാസിനി സഭ രൂപതയിൽ ആരംഭിച്ചത്. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സഭയുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ പിടിച്ചടക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചെറുക്കുന്നതിന് 1945 നവംബർ ഡിസംബർ നവജീവിക ആഹ്വാനം ചെയ്യുന്നു. 1946 ജൂലൈ 28 മരിച്ച അൽഫോൻസാമയെ പറ്റിയുള്ള ലേഖനങ്ങൾ 1947 ഏപ്രിൽ മെയ് മാസത്തെ നവജീവികയിലുണ്ട്. ഈ പുണ്യാത്മാവിൻ്റെ ഖബറിടം ഒരു തീർത്ഥസ്ഥലവും അത്ഭുതങ്ങളുടെ വിളനിലവും എന്ന് ലേഖനം സാക്ഷ്യപ്പെടുത്തുന്നു. മരണശേഷം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അൽഫോൻസാമ കേരളക്കരയാകെ അറിയപ്പെട്ടവളായി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇക്കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ അതിരൂപതയിലെ പുണ്യശ്ലോകരായ വൈദികരാണ് ധന്യൻ ഫാദർ ജോസഫ് വിതയത്തിൽ 1864 മുതൽ 1964 വരെ, ദൈവദാസൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കൻ 1880 മുതൽ 1956 വരെ, ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിൽ 1897 മുതൽ 1963 വരെ, രൂപതാംഗമായിരുന്ന ധന്യാസലിൻ കണ്ണനായ്ക്കൽ, ദൈവദാസൻ ഫാദർ കനീസിയൂസ് എന്നിവരുടെയും നാമകരണ നടപടികൾ ഇപ്പോൾ നടന്നുവരുന്നു. അഖില കേരള മിഷൻ പ്രദർശനം സെൻറ് മേരീസ് കോളേജിൽ 1947 ഏപ്രിൽ 29, 30, മെയ് 1 തീയതികളിൽ നടന്നു. കൊച്ചി വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രിയായി ശ്രീ CA ഔസേപ്പ് നിയമിതനായി. 1947 ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഭാരത സ്വാതന്ത്ര്യലബ്ധിയെപ്പറ്റി നവജീവികയിൽ കാര്യമായ പരാമർശം കാണുന്നില്ല. എന്നാൽ 1948 ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം നവജീവിക പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. 1948 ഏപ്രിൽ 20 മർത്താ ഭവനം, ഇന്നത്തെ മർത്താ സന്യാസിനി സഭ ആരംഭിച്ചു. 1/9/1949 മലബാർ മിഷണറി യൂണിയന്റെ ഒരു വിഭാഗമായ മലബാർ മിഷണറി സഹോദര സംഘം MMB രൂപീകരിക്കപ്പെട്ടു. 1949 ഡിസംബർ 21 ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം രൂപതയിൽ എത്തിച്ചേർന്നു. നിരവധി ദേവാലയങ്ങളിൽ തിരുസ്വരൂപത്തെ വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനും വിശ്വാസികൾക്ക് സാധിച്ചു. 1950 ജനുവരി 26 പ്രഥമ റിപ്പബ്ലിക് ദിനത്തിൽ തൃശൂർ നഗരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വിദ്യാർത്ഥി കോർണറിൽ വെച്ച് അഭിവന്ദ്യ ആലപ്പാട്ട് പിതാവ് ദേശീയ പതാക ഉയർത്തി. 1940 മുതൽ നമ്മുടെ പള്ളികളിൽ വൈദ്യുതി സജ്ജീകരണമുണ്ട്. 12/3/1950 ഒല്ലൂർ പള്ളിയിൽ ആദ്യമായി ഉച്ചഭാഷണി യന്ത്രത്തിൻ്റെ മൈക്ക് ഉദ്ഘാടനം അഭിവന്ദ്യ ആലപ്പാട്ട് പിതാവ് നിർവഹിച്ചു. 1952 ഇഞ്ചോടി ഈയപ്പന് ഷവലിയർ സ്ഥാനം ലഭിച്ചു. തോമാസ് ലീഹായുടെ കേരള പ്രവേശനത്തിൻ്റെ 19ാം ശതാബ്ദിയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ മരണത്തിൻ്റെ 4ാം ശതാബ്ദിയും പ്രമാണിച്ചുള്ള ആഘോഷങ്ങൾ 1952 കേരള സഭ സംയുക്തമായി ഡിസംബർ 28, 29 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടത്തി. പേപ്പൽ ഡെലഗേറ്റ് കാർഡിനൽ ഗിൽറോയ്, നിയുക്ത കർദിനാൾ വലേറിയൻ ഗ്രേഷ്യസ് എന്നിവർ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ശേഷം ഡിസംബർ 30 തൃശൂർ സന്ദർശിച്ചു. പേപ്പൽ ഡെലഗേറ്റ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെയും ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ശിലാസ്ഥാപനം നിർവഹിച്ചു. 1952 ആഗസ്റ്റ് 29
വിശുദ്ധ ഏവുപ്രാസ്യാമ ഈഹലോകവാസം വെടിഞ്ഞു. 1953 ഡിസംബർ 4-5 തീയതികളിൽ കാർഡിനൽ എവുജിൻ ട്വിസറാങ് തൃശൂർ സന്ദർശിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ വലതുകരത്തിൻ്റെ അസ്ഥി അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. 1954 അഗസ്റ്റി അക്കരയ്ക്ക് ഷെവലിയർ സ്ഥാനം ലഭിച്ചു. വളരെ കാലമായി ഉണ്ടായിരുന്ന തൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് 1955 അഭിവന്ദ്യ ആലപ്പാട്ട് പിതാവ് കപ്പൂച്ചിൻ സന്യാസ സഭയിൽ അംഗമായി ചേർന്നു. 1955 ഏപ്രിൽ 28 തൃശൂർ രൂപതയുടെ അതിർത്തി കോയമ്പത്തൂർ വരെ റോം വ്യാപിപ്പിച്ചു. ഇതോടെ 1897 തൃശൂർ വികാരിയത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്ന മേലാർക്കോട് ഇടവക വീണ്ടും തൃശൂർ രൂപതയിലേക്ക് ചേർക്കപ്പെട്ടു. മേലാർക്കോട് ഇടവകാംഗമായിരുന്ന ഫാദർ ലൂയിസ് ചിറ്റിലപ്പള്ളിയായിരുന്നു ഇതിനായി റോമിലേക്ക് തുടർച്ചയായി അപേക്ഷകൾ അയച്ചിരുന്നത്. ഈ സ്ഥലങ്ങളുടെ പൊതുവായ ഭരണം ഫാദർ സക്കറിയാസ് വാഴപ്പള്ളിയായിരുന്നു നിർവഹിച്ചിരുന്നത്. 1956 നവംബർ നവജീവിക കേരളപ്പിറവി വിശേഷാൽ പതിപ്പായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയിൽ ആലപ്പാട്ട് പിതാവ് പങ്കെടുത്തു. 1956 ഒക്ടോബർ 13 അന്തരിച്ച അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചനെക്കുറിച്ച് നവജീവിക ഇപ്രകാരം പറയുന്നു: ഏതാണ്ട് അരശതാബ്ദിയോളം നീണ്ടുനിന്ന പൗരോഹിത്യ ജീവിതത്തിൻ്റെ അവസാനം വരെയും ജോലി ചെയ്ത് കേവലം ഒരാഴ്ച മാത്രം രോഗാശയ്യാവലംബയായി തൻ്റെ വേലകളുടെ നിത്യസമ്മാനത്തിനായി അച്ഛൻ പുറപ്പെടുകയാണ് ചെയ്തത്. 1957 അവതരിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ ബില്ലിനെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെല്ലാവരും ഒന്നിച്ചെതിർത്തു. 1987 ജൂലൈയിൽ ആരംഭിച്ച വിമോചന സമരത്തിൽ രൂപത സജീവമായി പങ്കുചേർന്നു. വിമോചന സമര രക്തസാക്ഷികളുടെ ലിസ്റ്റ് 1959 ജൂലൈ നവജീവികയിൽ കാണാം. 1960 ജൂലൈയിൽ തൃശ്ശൂരിൽ നിന്നുള്ള ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് ആഗ്രയിൽ മിഷൻ തുടങ്ങി. രൂപതയിൽ നിന്നുള്ള പ്രഥമ മിഷൻ സംരംഭമായിരുന്നു അത്. 1967 സമരിറ്റിൻ സഭ ആരംഭിച്ചു. സെയിൻറ് മേരീസ് ഓർഫണേജിൻ്റെ 50ാം വാർഷികം 1961 ആഘോഷിച്ചു. കാർഡിനൽ ഗ്രേഷ്യസ് ഇന്ദിരാഗാന്ധി, NK കൃഷ്ണമേനോൻ, തമിഴ്നാട് മുഖ്യമന്ത്രി K കാമരാജ്, തിരുക്കൊച്ചി മുഖ്യമന്ത്രി AJ ജോൺ എന്നിവർ ഓർഫണേജിൽ മുഖ്യാതിഥികളായി എത്തിയിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലും തൃശൂർ രൂപതയും 1959 ജനുവരി 25 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടുവാനുള്ള പ്രഖ്യാപനം റോമിൽ നടന്നു. 1960 ജൂലൈയിലക്കം നവജീവികയിൽ സുനഹദോസിനെ പറ്റിയും ആഗതമാകുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ പറ്റിയും വിശദമായ പഠനങ്ങളുണ്ട്. കൗൺസിലിലേക്ക് മെത്രാന്മാരും കത്തോലിക്ക യൂണിവേഴ്സിറ്റികളും റോമൻ കൂരിയയും തങ്ങളുടെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും നൽകണമായിരുന്നു. വോട്ട എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കൗൺസിലിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടവയായിരുന്നു ആലപ്പാട്ട് പിതാവ് അയച്ച വോട്ട. ഇതിൽ സുപ്രധാനമായവ താഴെ ചേർക്കുന്നു: ഡീക്കൻ പദവി പുനരുദ്ധരിക്കുക, ആവശ്യമെങ്കിൽ അത് വിവാഹിതർക്ക് കൂടി നൽകുക എന്ന നിർദ്ദേശം ഇന്ത്യയിൽ നിന്നുള്ള 4 പിതാക്കന്മാരോടൊപ്പം പിതാവ് പങ്കുവച്ചു. വിവാഹിതരായ ഡീക്കന്മാർ സഭയിലെ ഭൗതിക വസ്തുക്കളുടെ ഭരണനിർവഹണം നടത്തിയാൽ ഇടവക വികാരിമാർക്ക് ജനങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനാകുമെന്ന് ആലപ്പാട്ട് പിതാവ് വിലയിരുത്തി. ഇവരുടെ നേതൃത്വത്തിൽ വിവിധ ഇടവക സംഘടനകളിൽ നിന്നുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഒരു ടീം രൂപീകരിച്ച് വികാരിയച്ഛനോടൊപ്പം പ്രവർത്തിക്കണം. പൗരസ്ത്യ സഭകളിൽ നിന്ന് സന്യാസാർത്ഥികളെ സ്വീകരിക്കുന്നുവെങ്കിൽ പൗരസ്ത്യരീത്തിൽ ഭവനങ്ങൾ ആരംഭിക്കുവാൻ ലത്തീൻ സഭകൾ പരിശ്രമിക്കണം. പാശ്ചാത്യ സഭയുടെ അധീശത്വവും പൗരസ്ത്യ അകത്തോലിക്ക സഹോദരങ്ങളോടുള്ള അവജ്ഞയും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഒഴിവാക്കണം. രണ്ടാം ക്ലാസ് കത്തോലിക്കർ, ഓർത്തഡോക്സുകാരെ ചിലർ വിശേഷിപ്പിക്കുന്ന വിമതർ എന്നീ പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം. സഭാ ഭരണ സംവിധാനത്തിലുള്ള ലത്തീനീകരണം ഒഴിവാക്കണം. ഏതെങ്കിലും സഭ സത്യസഭയിലേക്ക് തിരിച്ചു വന്നാൽ ഇന്നുള്ള എല്ലാ നിയമങ്ങളും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. പരിശുദ്ധ പിതാവിനെ സമീപിക്കാൻ അവർക്ക് എളുപ്പം സാധിക്കണം. അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ മതബോധനം കാര്യക്ഷമമാക്കണം. ഭൗതികവാദം, അജ്ഞേയവാദം, നിരീശ്വര കമ്മ്യൂണിസം എന്നിവ വളരുന്നതിനെ കാരണമായി ആലപ്പാട്ട് പിതാവ് പറയുന്നത്
നിരക്ഷര കക്ഷികളുടെ ഇടയിലും അഭ്യസ്ത വിദ്യരുടെ ഇടയിലും ക്രൈസ്തവ മതത്തെപ്പറ്റിയുള്ള അജ്ഞതയാണ്. ഒപ്പം തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും ഇടയിലുള്ള അസമത്വം നീക്കുവാൻ ചാക്രിക ലേഖനങ്ങൾ നൽകുന്ന തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലുള്ള അവഗണനയും ഇതിന് കാരണമാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ വൈദികർ കൂടുതലായി ഇടപെടണമെന്നും അതിനുള്ള പഠനങ്ങൾ ഉണ്ടാകണമെന്നും ആലപ്പാട്ട് പിതാവ് അഭിപ്രായപ്പെട്ടു. പാവങ്ങളെ സംരക്ഷിക്കുന്നതിലും രോഗീ പരിചരണത്തിലും അജപാലന ശ്രദ്ധ ഉണ്ടാകണം. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇടവകാംഗങ്ങളെ വികാരിയച്ഛൻ സന്ദർശിച്ചിരിക്കണം. പാവങ്ങൾക്ക് വേണ്ടി ഒരു പൂവർ ഫണ്ട് രൂപീകരിക്കണം. ഇടയനും ഇടവക ജനവും തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ടാകണം. 1962 ഒക്ടോബർ 11 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചു. നവംബർ നവജീവികയിൽ കൗൺസിലിനെപ്പറ്റി നിരവധി ലേഖനങ്ങളുണ്ട്. ഇതേ സമയത്തു തന്നെ ആരംഭിച്ച ചൈനയുടെ ആക്രമണത്തെപ്പറ്റി ഭാരതമെത്രാന്മാർ റോമിൽ നിന്നെഴുതിയ ഇടയലേഖനവും ഈ ലക്കത്തിലുണ്ട്. കൗൺസിൽ വർഷങ്ങളിലൊക്കെയും ആലപ്പാട്ട് പിതാവ് വിജ്ഞാപനങ്ങളും അറിയിപ്പുകളും വഴി കൗൺസിൽ അനുഭവങ്ങൾ വിശ്വാസികളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. 1962 ഡിസംബർ 3 കൗൺസിലിൽ ആദ്യമായി സീറോ മലബാർ റീത്തിൽ കുർബാന അർപ്പിക്കപ്പെട്ടത്. തുടർന്ന് വിശുദ്ധ ഗ്രന്ഥം അൾത്താരയിൽ പ്രതിഷ്ഠിക്കുന്ന കർമ്മം നിർവഹിച്ചത് ആലപ്പാട്ട് പിതാവായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള വിവിധ രാജ്യക്കാരും ഭാഷക്കാരും സംസ്കാരക പൈതൃകം പുലർത്തുന്നവരുമായ 3000-ഓളം സഭാപിതാക്കന്മാരുടെ വ്യത്യസ്ത മനോഭാവങ്ങൾ അന്യോന്യം മനസ്സിലാക്കുന്നതിനും അവയുമായി പൊരുത്തപ്പെടുന്നതിനും കൗൺസിൽ സമ്മേളനങ്ങൾ സഹായിച്ചു. അന്ന് ആലപ്പാട്ട് പിതാവ് 1963 നവംബർ 23 വത്തിക്കാൻ റേഡിയോയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി. 1962 ജൂലൈ 22 അപ്പസ്തോലിക് ഇന്റർ നൂൻഷിയോ ജെയിംസ് റോബർട്ട് നോക്സ് തൃശൂർ സന്ദർശിച്ചു. 1963 ജൂൺ 3 കാലം ചെയ്ത ജോൺ 23-ാം പാപ്പായെയും ജൂൺ 9 മൺമറഞ്ഞ ആന്റണി തച്ചുപറമ്പിൽ അച്ഛനെയും പറ്റിയുള്ള ഓർമ്മക്കുറിപ്പുകൾ നവജീവികയിൽ കാണാം. രൂപതയിലും രൂപതയ്ക്ക് പുറത്തും ഏറെ അറിയപ്പെട്ടിരുന്ന അന്തോണിയച്ഛൻ ധ്യാന പ്രസംഗങ്ങളെക്കാൾ ജീവിത മാതൃക കൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും ആകർഷിക്കുന്നതും ശ്രേഷ്ഠകരമെന്ന് ദൈവത്തോന്നിപ്പിനെ അനുസരിച്ച് ചേലക്കരയിലേക്ക് യാത്രയായി എന്ന് നവജീവിക കുറിക്കുന്നു. തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ദേവാലയ ആക്രമണങ്ങളെപ്പറ്റി ജൂൺ മാസത്തിലെ നവജീവികയിൽ പ്രതിപാദിക്കുന്നു. 1964 ബോംബെയിൽ നടന്ന 38-ാം ദിവ്യകാരുണ്യ കോൺഗ്രസിനെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടുകൾ നവജീവികയിലുണ്ട്. ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ നവംബർ 22 തൃശൂർ രൂപതയിൽ നിന്നുള്ള 261 തീർത്ഥാടകർ കൊച്ചിയിൽ നിന്ന് സബർമതി എന്ന കപ്പലിൽ ബോംബെയിലേക്ക് പോയി. 1965 വത്തിക്കാൻ റേഡിയോ പ്രഭാഷണത്തിൽ ആലപ്പാട്ട് പിതാവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൽ ഭാഗഭാഗിത്വം നേടുകയും സ്ഥൈര്യലേപനം വഴി പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുകയും ചെയ്തതോടെ ഓരോ ക്രൈസ്തവനും പ്രേക്ഷിത വൃത്തിക്കായി നിയോഗിക്കപ്പെടുന്നു. ക്രൈസ്തവനാകാനുള്ള ദൈവവിളി പ്രേക്ഷിതത്വത്തിലേക്കും കൂടിയുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡിക്രികളുടെ സംക്ഷിപ്ത രൂപം നവജീവികയിൽ നൽകിയിട്ടുണ്ട്. ആരാധനാക്രമം 1966 മാർച്ച്, 1967 ഓഗസ്റ്റ്. സന്യസ്ത ജീവിതം 1966 ആഗസ്റ്റ്. അൽമായ പ്രേക്ഷിതത്വം 1966 ഡിസംബർ. പൗരോഹിത്യ ജീവിതം സെപ്റ്റംബർ 1967. സഭ ആധുനിക ലോകത്തിൽ ഡിസംബർ 1968 എന്നിവ ഉദാഹരണങ്ങളാണ്. കൗൺസിലിനോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്ത പ്രാർത്ഥനാ ജൂബിലി വർഷം കൗൺസിൽ സമാപന ദിനമായ 1965 ഡിസംബർ 8 മുതൽ 1968 ഡിസംബർ 8 വരെ രൂപതയിൽ ആചരിച്ചു. കൗൺസിൽ രേഖകളെ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ ഇടവകയിൽ നടത്താൻ അഭിവന്ദ്യ പിതാവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. കൗൺസിൽ അരൂപിയിൽ 13/3/67 രൂപതയിൽ നടന്ന എക്യുമെനിക്കൽ കൺവെൻഷന് പിതാവ് അധ്യക്ഷത വഹിച്ചു. അൽമായ പരിശീലന കേന്ദ്രം, വൈദിക സെനറ്റ്, പാസ്റ്ററൽ കൗൺസിൽ, ഇങ്ങനെ കൗൺസിലിൻ്റെ ചൈതന്യമനുസരിച്ചുള്ള സംവിധാനങ്ങൾ ആദ്യകാലങ്ങളിൽ തന്നെ രൂപീകരിച്ചപ്പോൾ നമ്മുടെ രൂപത
ഭാരതസഭയ്ക്ക് തന്നെ മാതൃകയായി കത്തോലിക്ക പ്രവർത്തനം, മതബോധനം, ദൈവവിളി പ്രോത്സാഹനം, വിൻസെൻഷ്യൽ പ്രവർത്തനങ്ങൾ, CLA, കാനൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടങ്ങിയവയെല്ലാം ഇക്കാലത്തെ നവജീവികയിലുണ്ട്. 1968 ഓഗസ്റ്റ് 18 മുതൽ 25 വരെ തീയതികളിൽ ആലപ്പാട്ട് പിതാവ് കൊളംബോയിലെ ബൊഗോട്ടയിൽ 39ാം ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുത്തു. ഇതേ വർഷം അമേരിക്കയിലെ ഡെട്രോയിറ്റ് യൂണിവേഴ്സിറ്റി ആലപ്പാട്ട് പിതാവിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. തൻ്റെ നീണ്ട 26 വർഷത്തെ മെത്രാൻ ശുശ്രൂഷയിൽ നിന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്നെ ഒഴിവാക്കണമെന്ന് ആലപ്പാട്ട് പിതാവ് 1970 ജനുവരിയിൽ റോമിനോട് അപേക്ഷിച്ചിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആവശ്യം താൻ ഉന്നയിച്ചിരുന്നതായി പിതാവ് എടുത്തു പറയുന്നുണ്ട്. മാർ ആലപ്പാട്ട് പിതാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് 3/6/1974 ആലപ്പാട്ട് പിതാവിനെ മെത്രാൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് റോം ഒഴിവാക്കുകയും പിൻഗാമി വരുന്നതുവരെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് പാവങ്ങളുടെ പാതിരി മാർ ജോസഫ് കുണ്ടുകുളം രൂപതയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. മാർ ജോസഫ് കുണ്ടുകുളം 1970 മുതൽ 1996 വരെ പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും എന്നും പക്ഷം ചേർന്ന പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ട മാർ ജോസഫ് കുണ്ടുകുളം മെത്രാനാകുന്നതിനു മുമ്പേ സെയിൻറ് ആൻസ് ഇടവക വികാരിയായും അവിടെയുള്ള ഉപവിസ്ഥാപനങ്ങളുടെ ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു. അഗതികളുടെയും അശരണരുടെയും വേദനകൾ പിതാവ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. 1965 സമാപിച്ച 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായി അതിൻ്റെ സാമൂഹ്യ പ്രബോധനങ്ങൾ പിതാവിന് വ്യക്തമായ ദിശാബോധം നൽകി. തൻ്റെ മെത്രാഭിഷേക പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ച പിതാവ് ഇപ്രകാരം പറഞ്ഞു: 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങൾ നടപ്പിൽ വരുത്താൻ ശക്തമായ പരിശ്രമങ്ങൾ വേണം. ഈയിടെ നടന്ന ചർച്ച് ഇൻ ഇന്ത്യ സെമിനാറിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്താൻ ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. കൗൺസിലിൻ്റെ അരൂപിയിൽ ഇടവകയിലും രൂപതയിലും കേരളത്തിലും ഇന്ത്യയിലും ചെയ്യാൻ പറ്റുന്നവയെപ്പറ്റി ചിന്തിക്കും. തൻ്റെ അപ്പസ്തോലിക ദൗത്യത്തിൽ 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അജപാലക സാമൂഹ്യ ഊന്നലുകൾക്ക് പിതാവ് ഊന്നൽ നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ഇടയലേഖനത്തിൽ വ്യക്തമായി കാണാം. എൻ്റെ മുദ്രാവാക്യം 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും എല്ലാമാവുക എന്നതാണ്. എല്ലാവരിലും ദൈവത്തെ കാണുകയും ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്കും ധനിക ദരിദ്ര വ്യത്യാസങ്ങൾക്കുമപ്പുറത്ത് എല്ലാവരെയും ഒന്നിപ്പിക്കുകയും സ്വർഗപിതാവിൻ്റെ മക്കളാണ് നാം എന്ന സത്യം ഉറക്കെ പ്രഖ്യാപിക്കുകയുമാണ് തൻ്റെ ലക്ഷ്യമെന്ന് പിതാവ് ഈ ഇടയലേഖനത്തിൽ വ്യക്തമാക്കി. ധനം ദൈവത്തിൻ്റേതാണ്, അത് പൊതുനന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന് ധനവാന്മാർ മനസ്സിലാക്കണം. 1970 ഒരു ഇടയലേഖനത്തിൽ പള്ളിപ്പെരുന്നാളുകളിലും വിവാഹ ആഘോഷങ്ങളിലുമുള്ള ആഡംബരം ഒഴിവാക്കാൻ പിതാവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശുമുള്ള പള്ളികൾ അവ വിറ്റ് പാവപ്പെട്ടവർക്ക് നൽകണം. ദരിദ്രരാകട്ടെ സ്വയം പര്യാപ്തതയ്ക്ക് ശ്രമിക്കണം. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ദുർവ്യയം ചെയ്യരുത്. 1971 വർഷാരംഭ സന്ദേശത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിന് വിധേയമാകാൻ പിതാവ് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. കത്തോലിക്ക സാമൂഹ്യ പഠനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ളതാണ്. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഉദ്ബോധനങ്ങൾ പിതാവ് നിരന്തരം നൽകിയിരുന്നു. ദശാംശം നൽകാനും ഭൂദാനയജ്ഞം വഴി 5 സെന്റ് ഭൂരഹിതർക്ക് നൽകാനുമുള്ള പദ്ധതികൾ ഇക്കാലത്ത് പിതാവ് ആവിഷ്കരിച്ചിരുന്നു. ഉപവിപ്രവർത്തനങ്ങൾ നീതിക്ക് പകരം നിൽക്കില്ലെന്നും അവ അനീതിക്ക് മറയാകരുത് എന്നും പിതാവ് വ്യക്തമാക്കി. സഭയുടെ സാമൂഹ്യ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അൽമായരുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഒരു പ്രസ്ഥാനം വേണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങി തൊഴിൽ സംരംഭങ്ങൾ, ജോലി സാധ്യതകൾ എന്നിവ വർദ്ധിപ്പിക്കണം. തൊഴിലാളികൾ അനാവശ്യ സമരങ്ങളിൽ നിന്നും പിന്മാറണം. 1970 ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്ന കാലമായിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ പൂഴ്ത്തിവെക്കരുതെന്നും അവ പാവങ്ങളുമായി പങ്കുവയ്ക്കണമെന്നും പിതാവ് ആഹ്വാനം ചെയ്യുന്നത് 1972 ഒരിടയ ലേഖനത്തിൽ കാണാം.
തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ദിനത്തിലെ മെയ് ദിനം വിശുദ്ധ ബലി എന്നും ഒരു ഫാക്ടറിയിലോ വർക്ക്ഷോപ്പിലോ ആയിരുന്നു പിതാവ് അർപ്പിച്ചിരുന്നത്. തൊഴിലാളിയുടെ മഹത്വം, അവൻ്റെ ജോലിയുടെ മഹാത്മ്യം, അർഹമായ കൂലി തുടങ്ങി തൻ്റെ സാമൂഹ്യ തൊഴിൽ രംഗത്തെ ദർശനങ്ങൾ പ്രാവർത്തികമാക്കാൻ പിതാവ് കാത്തലിക് ലേബർ അസോസിയേഷൻ അഥവാ CLA ആരംഭിച്ചു. കൗൺസിൽ പ്രബോധനമായ സഭ ആധുനിക യുഗത്തിൽ പിതാവ് കൂടെ കൂടെ തൻ്റെ പ്രബോധനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ധനികർ തങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കുന്നത് പോലെ സാമ്പത്തികമായി ധനികരല്ലാത്തവർ തങ്ങളുടെ സമയവും താലന്തുകളും അറിവും ആരോഗ്യവും പങ്കുവയ്ക്കണം. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 1976 പിതാവ് സോഷ്യൽ വെൽഫെയർ സെൻറ്റർ സ്ഥാപിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് പോപ്പ് പോൾ മേഴ്സി ഹോം, എയ്ഡ്സ് രോഗികൾക്കായുള്ള പുനരധിവാസ കേന്ദ്രം, ജോൺ പോൾ പീസ് ഹോം തുടങ്ങിയവ ആരംഭിച്ചത്. രൂപതയുടെ സാമൂഹ്യ വികസന വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിൽ അന്വേഷണ വിഭാഗവും കരിയർ ഗൈഡൻസും ഇക്കാലത്തു തന്നെ പിതാവ് ആരംഭിച്ചു. നവീകരണ വർഷം 1978. വിശുദ്ധീകരണത്തിനും നവീകരണത്തിനുമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടത്തിയ ആഹ്വാനം ഏറ്റെടുത്ത് GS 43 LG 15 ക്രിസ്തുവിൻ്റെ അടയാളം സഭയുടെ മുഖത്ത് കൂടുതൽ വ്യക്തമായി പ്രതിബിംബിക്കാൻ നവീകരണ വർഷം 1978 കുണ്ടുകുളം പിതാവ് ആഹ്വാനം ചെയ്തു. ഈ വർഷത്തെ പ്രത്യേക ഊന്നൽ സാമൂഹ്യനീതിക്കായിരുന്നു. തൊഴിലാളികൾക്കർഹമായ വേതനം, സഭാസ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന, പാവങ്ങൾക്കുള്ള പ്രത്യേക ഫണ്ട് ശേഖരണം, 1000 ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി തുടങ്ങിയവ നവീകരണ വർഷത്തിലെ പ്രധാന കർമ്മ പരിപാടികളായിരുന്നു. വിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തം വഴി ഒരു ആധ്യാത്മിക നവീകരണം സാക്ഷാത്കരിക്കാൻ ഈ പ്രവർത്തനങ്ങൾ സഹായിച്ചു. കുണ്ടുകുളം പിതാവും ഫാദർ ജോസഫ് വിളങ്ങടനും ചേർന്ന് നിർമ്മലദാസികളുടെ സമൂഹം 1971 ആരംഭിച്ചു. അമലോത്ഭവ മാതാവിൻ സഹോദരിമാരുടെ സമൂഹവും SLMI ഈ വർഷമാണ് ആരംഭിച്ചത്. സെയിൻറ്റ് ജോസഫ് ഹോം, ഹോം ഓഫ് ലവ്, സ്നേഹാശ്രമം, കരുണ ട്രസ്റ്റ്, സ്ലം സർവീസ് സൊസൈറ്റി എന്നിവ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പിതാവിൻ്റെ കരുതലിൻ്റെ നിദർശനങ്ങളാണ്. 1986 ജോൺ പോൾ പാപ്പയുടെ സന്ദർശനം തൃശ്ശൂരിൻ്റെ ആനുകാലിക ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. വെറുമൊരു മഹാസമ്മേളനം എന്നതിനേക്കാൾ സാമൂഹ്യ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ചരിത്രമുഹൂർത്തമായി അത് മാറി. 300 പേർക്ക് വീട് പണിത് കൊടുക്കാനും സ്ത്രീധനമില്ലാതെ 182 ദമ്പതിമാരുടെ വിവാഹം നടത്താനും പേപ്പൽ സന്ദർശനം അവസരമൊരുക്കി. കേരളം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയമായിരുന്നു അന്ന് തൃശ്ശൂരിൽ മാർപ്പാപ്പയെ സ്വീകരിക്കാൻ ഒത്തുചേർന്നത്. സംഗമഭൂമിയായി തിരഞ്ഞെടുത്ത ചതുപ്പായി കിടന്നിരുന്ന തൃശ്ശൂർ ശക്തൻ നഗർ മാർപ്പാപ്പയുടെ സന്ദർശനത്തോടെ നഗരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി മാറിയത് ചരിത്രമാണ്. 1980, 1984, 1992 വർഷങ്ങളിലെ മദർ തെരേസയുടെ സന്ദർശനവും പാപങ്ങളോടുള്ള രൂപതയുടെയും പിതാവിൻ്റെയും ഇഴയടപ്പവും വ്യക്തമാക്കി. 1987 തൃശ്ശൂർ രൂപതാ ശതാബ്ദി ആഘോഷങ്ങളും പ്രത്യേകം അനുസ്മരിക്കേണ്ടതാണ്. അൽമായ മുന്നേറ്റങ്ങളുടെ മുൻനിരയിൽ സഭയുടെ പൊതുരംഗത്ത് അൽമായർ കൂടുതലായി കടന്നുവരണമെന്നും പങ്കുവയ്ക്കുന്ന സംസ്കാരം സഭയിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച പിതാവ് പാസ്റ്ററൽ കൗൺസിൽ അൽമായരുടെ അഭിപ്രായങ്ങൾ തുറന്നു പങ്കുവയ്ക്കാനുള്ള ഒരു ഉത്തമ വേദിയാക്കി. സഭയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളുടെ കമ്മിറ്റികളിൽ അൽമായരുടെ സാന്നിധ്യം ഉറപ്പാക്കി. 1968 ആരംഭിച്ച അൽമായ പരിശീലന കേന്ദ്രം കൂടുതൽ ശക്തിയാർജിച്ചത് കുണ്ടുകുളം പിതാവിൻ്റെ കാലത്താണ്. ന്യൂനപക്ഷാവകാശം കേരളത്തിലെ ഗവൺമെൻറ്റുകൾ അവഗണിച്ചപ്പോൾ 1972 കോളേജ് സമരവുമായി അൽമായരുടെ നേതൃത്വത്തിൽ കേരള സഭയെ നയിച്ചത് കുണ്ടുകുളം പിതാവാണ്. 1978 മതസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങേർപ്പെടുത്തിയ ത്യാഗി ബില്ലിനെതിരായും ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറിവ് നാടകത്തിനെതിരായും 1986 ശക്തമായ നിലപാട് കേരള സഭ എടുത്തത് കുണ്ടുകുളം പിതാവിൻ്റെ നേതൃത്വം വഴിയാണ്. ഈ കാലഘട്ടത്തിൽ പിതാവിൻ്റെ വാക്കുകളെയും ചലനങ്ങളെയും പൊതുസമൂഹം ആദരപൂർവ്വം വീക്ഷിക്കാൻ തുടങ്ങി. അൽമായ നേതൃത്വത്തിന് വ്യക്തമായ ദിശാബോധം നൽകാൻ 1973 കാത്തലിക് യൂണിയൻ ഓഫ് തൃശ്ശൂർ പിതാവ് സ്ഥാപിച്ചു.
സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച രാഷ്ട്രീയ പ്രവർത്തനവുമാണ് കാത്തലിക് യൂണിയന്റെ അടിത്തറയായി നിൽക്കേണ്ടത് എന്ന് പിതാവ് വ്യക്തമാക്കി. സമൂഹത്തിൽ മാറ്റത്തിനായി പരിശ്രമിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും വേണം. ഈ ലക്ഷ്യത്തോടുകൂടിയാണ് 1978 KCYM തൃശ്ശൂരിൽ സ്ഥാപിക്കപ്പെട്ടത്. അനീതിക്കും അഴിമതിക്കും സാമൂഹ്യ തിന്മകൾക്കും എതിരെ പോരാടുക, സഭയുടെ പാവനമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ക്രിസ്തീയ നേതൃത്വത്തിന് പരിശീലനം നൽകുക, പൊതുനന്മയെ അടിസ്ഥാനമാക്കിയുള്ള നിസ്വാർത്ഥ സേവനത്തിന് കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുക. ഇവ KCYMന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കും ദലിത് ക്രൈസ്തവർക്കും കൊടിയൊഴിപ്പിക്കപ്പെട്ട ഭൂരഹിതർക്കും നീതി കൈവരുത്തുക, മതങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുക, ഇവയെല്ലാം തന്നെ KCYM അഭിവന്ദ്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത കർമ്മപരിപാടികളായിരുന്നു. വനിതകളുടെ സമുദ്ധാരണത്തിനും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും പിതാവ് ഏറെ പരിശ്രമിച്ചു. ലോകവുമായി, സമൂഹവുമായി, മറ്റു മതങ്ങളുമായി തുറന്ന ഒരു സമീപനം സഭയ്ക്ക് ഉണ്ടാകണമെന്ന് പിതാവ് തീക്ഷ്ണമായി ആഗ്രഹിച്ചു. പാവങ്ങളെ സഹായിക്കാൻ ജാതിയോ മതമോ തടസ്സമാകരുതെന്നും പിതാവ് ഊന്നിപ്പറഞ്ഞു. ഹൈന്ദവ മുസ്ലിം മത നേതാക്കളുമായി ഊഷ്മളമായ ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. ജനസേവനത്തിന് ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രീയ കർമ്മപരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കുണ്ടുകുളം പിതാവ് എന്നും ശക്തമായ പിന്തുണ നൽകിയിരുന്നു. പിതാവിൻ്റെ കാലത്താണ് 1974 പാലക്കാട് രൂപതയും 1978 ഇരിങ്ങാലക്കുട രൂപതയും നിലവിൽ വരുന്നത്. 1988 കല്യാൺ രൂപത സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് തൃശ്ശൂർ രൂപതയാണ്. 1995 മെയ് 18 തൃശ്ശൂർ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി കുണ്ടുകുളം പിതാവ് നിയമിതനായി. 1997 ഫെബ്രുവരി 15 പിതാവ് അതിരൂപതയുടെ നേതൃത്വത്തിൽ നിന്ന് വിരമിച്ചു. മിഷൻ സന്ദർശനത്തിനിടെ 1998 ഏപ്രിൽ 26 കെനിയയിലെ വാംബയിൽ വെച്ച് അഭിവന്ദ്യ കുണ്ടുകുളം പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക. പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാട്രൺ മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് ഓഫ് തൃശ്ശൂർ. അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി, റവറൻഡ് ഡോക്ടർ പോൾ പുളിക്കൻ, റവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ. ചെയർമാൻ റവറൻഡ് ബ്രദർ ജോസ് ചുങ്കത്ത് MMB. വൈസ് ചെയർപേഴ്സൺ റവറൻഡ് ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, സിസ്റ്റർ വെണ്മ CSC. എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി. പബ്ലിഷ്ഡ് ഓൺ 3 July 2024. ഡിസൈൻ smritidesign.com. പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ്, കൊച്ചി. പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ്, ഈസ്ഫോർട്ട്, തൃശ്ശൂർ, കേരള. പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റിലപ്പള്ളി. സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ. ഓഡിയോ ഡിസൈനർ പോൾ G. എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ്. വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം. നിർമ്മാണം തൃശ്ശൂർ അതിരൂപത.